അങ്ങനെ ജർമ്മനി കിൽപോർട്ടിൽ വിൻഡി എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബോട്ട് ചെട്ടി മാരത്തൊരു ഏരിയ ഉണ്ട്. അത് താറാവ് വരുന്ന കാണുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കും, ഒരു പണിയില്ലാണ്ട്. ഇതൊക്കെ മാതിരി ആയാലും പഴയകാല നിർമ്മിതികളായ കെട്ടിടങ്ങളും കാര്യങ്ങളും. നമ്മളെ നാട്ടിലെ ചാരിയും ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന മാതിരി താറാവുണ്ട്. അത് പറക്കുന്ന താറാവാണ്. കണ്ടിട്ട് ഇങ്ങനെ മുളകച്ച് ഫ്രൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായി. അല്ല വീടും കൂടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിന് എന്താ ചെയ്യാൻ. ഇവിടെ ഈ സൈക്കിൾ എടുത്ത് വന്നാണ്, ഷോപ്പിങ്ങിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ വാങ്ങിയ സൈക്കിള്. അങ്ങനെ വീണ്ടും ഒരു 45 കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റെസ്റ്റ് കിട്ടിയ സമയത്ത് നമ്മളെ സൈക്കിൾ എടുത്തുകൊണ്ട് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബോട്ട് യാർഡിലാണുള്ളത്, ബോട്ട് ജെട്ടി. ഇവിടെ കൂടെ ഇങ്ങനെ എല്ലാ ഏരിയയും വളരെ വൃത്തിയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ എന്തോ ഒരു പ്രത്യേക സുഖം തോന്നുന്നു അത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഇവിടെ എത്ര മനോഹര നോക്കിയേ. എന്തെങ്ങാട്ടൊരു സ്റ്റാച്ചു ആണ് നമ്മൾ. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അതായത് വായിച്ച് കളയാൻ സമയമില്ല. അല്ലെങ്കിൽ എനിക്ക് വായന പണ്ടേ ഇഷ്ടമല്ല. കാഴ്ചകൾ കാണാൻ മൈൻഡ് ഇന്ന് ഫ്രഷാക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇന്ന് ഫുള്ള് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, ഇന്ന് വേറെ ടോപ്പിക്കുകളൊന്നും ഇല്ല. ചൂണ്ട ഉണ്ടായിരുന്നായിരുന്നു, മീനിന് ചൂണ്ടിട്ട് നോക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സൈക്കിൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാം. ഒരു ബസ് സ്റ്റോപ്പാണ്. ചെറിയ ചെറിയ ഈ ബോട്ടുകൾ, ചെറിയ നാട്ടിലെ തോണി മാതിരി ഉള്ള ചെറിയ ചെറിയ ബോട്ടുകൾ, എഞ്ചിൻ വെച്ചിട്ടുള്ള കേട്ടോ അത് എല്ലാം. ഒക്കെ വളരെ വൃത്തിയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടി കാണാം അത് നേരെ നോക്കുമ്പോൾ. മീനുകളൊക്കെ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ, പല ടൈപ്പ് സാധനങ്ങൾ പോകുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് അലോടല്ല അവിടെ ഒന്നും പിടിക്കാൻ പറ്റും. ഇത് വെള്ളം താഴുന്നതിൻ്റെയും പൊന്തുന്നതിനനുസരിച്ച് പൊന്തി നാന്നും കളിക്കും. അല്ല, പൊന്തും ചെയ്യും താഴും ചെയ്യും. അവിടുന്ന് വെള്ളം കടലിലേക്ക് ഒഴുകി ചേരാണ്, ഒഴുകി വന്ന് ചേർന്ന് ഇവിടുന്ന് ഇങ്ങനെ പോകും. നല്ല അടിച്ചുപൊളിയായിട്ടുള്ളൊരു ഏരിയ. അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സെക്യൂറാണ്. അവിടെ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും എല്ലാ ഹോട്ടലുകളായിരിക്കും. അവിടേക്ക് വരുന്ന ഗസ്റ്റിനെ ഇത് കടലിൽ കൊണ്ടുപോകാനോ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഓടിച്ചു പോകാൻ എന്തിനെങ്കിലും യൂസ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. അതാണ് ഈ ഒരു ഏരിയയിലെ കാഴ്ച. ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വൃത്തി ആയിട്ട് ഇങ്ങനെ
ഏത് മൂലയിലേക്ക് നോക്കി കഴിഞ്ഞാലും ഭയങ്കര വൃത്തിയാണ് അവിടെ. ഇഷ്ടിയൊക്കെ വെച്ചിട്ട് കെട്ടിയ ബിൽഡിങ്ങുകളൊക്കെ അത്. ഈ ചെടിയുടെ ഇല ഇങ്ങനെ തന്നെയാണ് ഫുള്ള് കറുത്ത് ഈ ബ്രൗണിഷ് കളറിലിരിക്കുന്നത്. ഇനി പച്ച കളറിൽ അല്ലായിരിക്കും ചിലപ്പോൾ.